പറഞ്ഞ കള്ളമാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കൊണ്ട് സിനിമ ഇന്റർവെല്ലിൽ സമയമായപ്പോഴത്തേന് എന്റെ തൊട്ടടുത്തിരുന്ന പിള്ളേരോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അവർ പറയുന്നൊന്ന് കണ്ടു. ഓക്കെ, കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു? ഹായ് ഗൈസ്, ഐ എം ബിച്ചു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സാങ്കല്പിക ലോകത്തെ മായ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബറൂസ്, ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. സിനിമ ആരംഭിക്കുന്നത് മമ്മൂക്കയുടെ വോയിസിൽ നിന്നാണ്. അതായത് ഈ സിനിമ എന്താണെന്ന് ആദ്യമേ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം. അതായത് ഈ സിനിമ കംപ്ലീറ്റ്ലി എയിം ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസിനെയും എസ്പെഷ്യലി അണ്ടർ 18 കിഡ്സ്. കാരണം കഴിഞ്ഞ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ എബവ് 18 ആയിരുന്നുണ്ടെങ്കിൽ ഇത് അണ്ടർ 18 ആണ്. ഇത് എക്സ്പെഷ്യലി അതിന് വേണ്ടിയിട്ട് ആ പിള്ളേർക്ക് ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെ ആസ്വദിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് എടുക്കുക, പോവുക, ടിക്കറ്റ് എടുക്കുക, പോയിരുന്ന് കാണുക, ഒരു വർണ്ണ വിസ്മയം കണക്ക് ഈ ഒരു സിനിമ കാണാം. ആ സിനിമയിൽ എക്സ്പെഷ്യലി ആ സിനിമയുടെ ഒരു സ്ക്രീനിങ് നമുക്ക് മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്ന രീതി 3D ആണ് സിനിമ. 3D എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ 3Dയുടെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലേക്ക് ഇങ്ങനെ എടുത്തിടുന്ന പരിപാടികളൊന്നുമില്ല. ചില ടൈമിലൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരും, അത് നല്ല ഫീലായിട്ട് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ പോകും. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ആ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, ആ ഒരു സിനിമ ആയിക്കോട്ടെ, ആ ഒരു സീൻ ആയിക്കോട്ടെ എത്തുന്നതിന് അതിൻ്റെ ഒരു ബിഗിനിങ്ങും അതിൻ്റെ ഒരു എൻഡും നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം ഈ സിനിമ എന്താണെന്ന്, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു ആദ്യ ഭാഗത്തിന്റെ അവസാനം എത്തുന്ന സമയത്തോടുകൂടി എനിക്കൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി തോന്നിയില്ല. കാരണം ഞാൻ ഒരു ഡബിൾ മൈൻഡോട് ഇടുന്നു, ഇത് എങ്ങനെ ഈ പോകുന്നത്, ഇതിന്റെ ഒരു മൂവ്മെന്റ് എങ്ങോട്ടാ, സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങോട്ടാ പോകുന്നത് നോക്കിയിട്ടൊന്നും എനിക്കതൊരു പിടുത്തം കിട്ടിയില്ല. പക്ഷെ അതിന്റെ ഒരു ഇന്റർവൽ സ്റ്റേജിലേക്ക് കൊണ്ട് നിർത്തിയപ്പോഴത്തേനും ഓക്കെ, ഒരു കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഇതാണ് സിനിമ, ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ക്ലിയർ കട്ടായിട്ട് എനിക്ക് മനസ്സിലായി. ഓക്കെ, അതൊരു മനസ്സിലാക്കി. അതായത് ഈ സിനിമയിലേക്ക് ഇറങ്ങി ആസ്വദിച്ചിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അന്യായ പടം തന്നെ. അന്യായ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അതായത് ഈ കാർട്ടൂൺ അല്ലെങ്കിൽ ഈ കാർട്ടൂൺ പോലുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഈ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അവരൊക്കെ ഭയങ്കരമായിട്ടിരുന്ന് കാണും. കാരണം ഈ സിനിമ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മളെ പോലുള്ള ഈ പറഞ്ഞ 3.5 കോടി മലയാളികളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടേ അല്ല. കാരണം നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളികളായിട്ട് ചുരുക്കം വിരളിലുണ്ടാവുന്ന, അതും ഒരു 3-4 പേര്, ലാലേട്ടൻ ഉൾപ്പെടെ, അത്ര പേരെ ഇതിനകത്തുള്ളൂ. പിന്നെ ഈ ഒരു സിനിമ നമ്മൾ കാണുന്നത് മൊത്തം ഒരു ഹോളിവുഡ് മൂവി ആയിട്ടായിരിക്കും. അതിന്റെ താഴെ മലയാളം ഇങ്ങനെ ഇടക്കിടക്ക് എഴുതി കാണിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ കണ്ട തിയേറ്ററിൽ ഈ മലയാളമൊക്കെ സ്ക്രീനിന്റെ താഴെയായിപ്പോയി. തിയേറ്റർ കൊല്ലം ജില്ലയിലെ ഉഷ എന്ന് പറഞ്ഞ തിയേറ്ററാണ്. നിങ്ങൾ ഇനി ആ സിനിമ പ്രദർശിപ്പിക്കാൻ ഒന്ന് ഫോക്കസ് ചെയ്യണം. ആ മലയാളം എഴുതി കാണിച്ച് ഒന്നും എനിക്ക് മനസ്സിലായില്ല. ബാഹുബലിക്ക് അത് ഇത് കണ്ടാണൊക്കെ ഞാൻ കണ്ടോണ്ടിരുന്നത്. പിന്നെ എന്തൊക്കെയോ എന്റെ സാങ്കല്പിക ലോകത്തെ കഥ വെച്ചിട്ട് ഞാൻ ഊഹിച്ചെടുത്തതാ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഇരുന്ന് കാണാനും, അപ്പം ആ ഒരു രീതിയിലേക്ക്, അതായത് പ്രത്യേകിച്ച് മലയാളികളില്ല, ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവൻ ഒരു ഹാരി പോട്ടർ സിനിമ, നമുക്ക് അതിനകത്ത് കാണുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റിയൊക്കെ നല്ല അന്യായം. ലാലേട്ടന്റെ 48 വർഷത്തെ സിനിമാ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. കാരണം ആ സിനിമയിലെ ഓരോ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ബിഗിനിങ് ടു എൻഡ് എന്ന് പറയുന്നത് ഒരു വൾഗാറിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇതെന്തിനാണ് ഈ ഒരു കാസ്റ്റിംഗ്, ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഡയലോഗ് എന്തിനാണ് അവിടെ ഇപ്പം ചെയ്തത് എന്തിനാണ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ചില സിനിമാസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. കാരണം അത് ലാലേട്ടന്റെ എക്സ്പീരിയൻസ്, ആ ഒരു സിനിമ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഇതിനകത്തൊരു ബോണ്ടിങ് ഉണ്ട്. അതായത് ഒരു ഫാമിലി ഓഡിയൻസിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഒരു ജീവിതം, അല്ലെങ്കിൽ ഈ കഥ ആസ്വദിക്കുന്നവർക്കുണ്ടല്ലോ, ഒരു കൃത്യമായ ഒരു നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള കഥയാണ്. കഥയുടെ ആ ഒരു ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതുപോലുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കഥകളോ അല്ലെങ്കിൽ ഈ സാങ്കല്പിക കഥകളൊക്കെ വരുമ്പോൾ ഒരു ജേർണി തന്നെ, നമ്മൾ ഈ ഭൂതം അത്ഭുതം എന്നൊക്കെ കാണുന്ന പോലെ ഒരു സാധനം തന്നെ. ആ സാധനത്തിന്റെ ഒരു അവസാന ഭാഗം എന്ന് പറയുന്നത് നല്ലൊരു ബോണ്ടിങ്, ഒരു ഫാദർ ഒരു ഡോട്ടർ എന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ബോണ്ടിങ്, നല്ല കൃത്യമായിട്ട് നല്ല ഉറപ്പോടുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന കണക്കുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ആ ലാലേട്ടന്റെ ആ സിനിമ തീർന്ന് എഴുതി കാണിക്കുമ്പോഴൊക്കെ ഞാൻ ഇരുന്ന തിയേറ്ററിലൊക്കെ, ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല രീതിയിൽ എല്ലാവരും കൈയടിച്ചു. ഇരുന്നവരെല്ലാം നല്ല രീതിയിൽ കൈയടിച്ചു. പിള്ളേർ വരെ സന്തോഷിച്ചു. ഇനി ഞാൻ പറഞ്ഞ കള്ളമാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കൊണ്ട് സിനിമ ഇന്റർവെല്ലിൽ സമയമായപ്പോഴത്തേന് എന്റെ തൊട്ടടുത്തിരുന്ന പിള്ളേരോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, അവർ പറയുന്നൊന്ന് കണ്ടു. ഓക്കെ, കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഇത് ഞാനായിട്ട് പറയിപ്പിച്ചതല്ല, ഇത് അവര് തന്നെ പറഞ്ഞതാ. കാരണം എനിക്ക് ഈ സിനിമ ആദ്യം ഒന്ന് കണക്ട് ആവാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കുഴപ്പമാണോ അതോ പിള്ളേരുടെ കുഴപ്പമാണോ എന്ന് അറിയണമല്ലോ. ആദ്യം ഒന്ന് പിള്ളേരോട് ചോദിച്ചപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി, ഇത് കംപ്ലീറ്റ്ലി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പിള്ളേർക്കാണ്. ആ ഒരു ക്യാരക്ടറിന്റെ രീതിയും, ഈവൻ അതിനകത്ത് നമ്മുടെ ടോവിനോടെ സൂപ്പർ നാച്ചുറൽ പവർ സിനിമയിലെ വില്ലൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയത്തില്ല, അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഒരു കൊമേഡിയനായിട്ടാ. ഒരു കൊമേഡിയൻ എന്ന് വെച്ചാൽ അതേ ഒരു ഉയർന്ന ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ
ഈ കോമഡിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ ആ ഒരു വലിപ്പത്തെ വെച്ച് നോക്കുമ്പോഴത്തേന് ഈ ഒരു കോമഡി ആവശ്യമാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാത്ത ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയായിരിക്കും. പക്ഷെ ആ സിനിമ കാണുമ്പം അദ്ദേഹത്തിന്റെ കോമഡി ചിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു കേട്ടോ, അദ്ദേഹത്തിന്റെ കോമഡിക്ക് ഞാൻ ചിരിച്ചു. അതായത് ഓവറായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ല. എല്ലാം ഒരു ലെവലിൽ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യേണ്ട രീതി. ഈവൻ ആ ഒരു സിനിമയിലെ എന്ത് പറയണ്ട, ഈ അതിനെന്തോ ഇംഗ്ലീഷ് പറയുന്നത്, അതിന്റെ ഈ സംഭവം സെറ്റൊക്കെ ഇടുമല്ലോ, ആ സെറ്റൊക്കെ ഇട്ടിരിക്കുന്ന നല്ല പക്കായ. ആ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നതും അതിനായിട്ട് വെച്ചിരിക്കുന്ന ആ ഓരോ ഉപകരണങ്ങളും ആ എലമെന്റ്സും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക്, എനിക്കൊന്ന് ആ വിഷ്വൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും, എനിക്ക് അത്രയ്ക്ക് അങ്ങ് ആസ്വദിക്കാൻ പറ്റി. അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവരി അവർ പറയുന്ന ഡയലോഗുകൾ വരെ, മനസ്സിലാവാത്ത ഡയലോഗ് വരെ നല്ല ക്ലിയർ കട്ടായിട്ട്, അതായത് ഒരു ഹൈ ക്ലാസ് നല്ലൊരു സ്റ്റാൻഡേർഡ്. ഇപ്പം നമുക്കൊരു ഹോളിവുഡ് മൂവിയിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു സിനിമ ലോക സിനിമയ്ക്ക് മുന്നിലേക്ക് എടുത്തു വെക്കാം. ഇത് താണ്ട ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ഭൂതത്തിന്റെ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എടുത്ത് വെക്കാം. ആരും ഒന്നും പറയത്തില്ല, ഇതാണോ ലോക നിലവാരത്തിലൊന്നും ചോദിക്കത്തില്ല. പല സിനിമകളും ചിലപ്പോൾ ഇതെടുത്ത് വെക്കുമ്പോൾ പിന്നോക്കമായി പോകും. അമ്മാതിരി ഐറ്റം സാധനം എന്ന് വെച്ചാൽ, ഞാൻ ആ സിനിമ കുറച്ചെത്തി പിള്ളേരുടെ ലെവലിലേക്കൊന്ന് ഇറങ്ങി എൻജോയ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അങ്ങ് എൻജോയ് ചെയ്തു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻജോയ് ചെയ്തു. അവസാനത്തെ ആ ബോണ്ടിങ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ബോണ്ടിങ് നമുക്ക് നല്ല ഫീൽ ആവുന്നുണ്ട്. ആ ഒരു ക്ലൈമാക്സോട് കൂടി ലാലേട്ടൻ മറയുന്നതും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പി സാധനം മറയുന്നതും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ആവുന്നുണ്ടായിരുന്നു. എക്സ്പെഷ്യലി അതിനകത്തുള്ള ആ ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ ഓരോ സ്ക്രീൻ പ്രസൻസും, ആ കുട്ടിയെ കാണിക്കുന്ന ഓരോ സ്ക്രീൻ പ്രസൻസും നമ്മളെ സംബന്ധിച്ച് ബോറാക്കിയിട്ടില്ല, നമ്മളെ ഇല്ലായ്മ ചെയ്തിട്ടില്ല. കാരണം ആ പെൺകുട്ടി കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ദേഷ്യക്കാരിയാണ്. ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഒരു തുള്ളി പോലും ഇറിറ്റേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നല്ല കിടിലമായിട്ട് അതിനകത്തുള്ള എനിക്കൊന്ന് മലയാളികളുടെ ഫേസ് അതിനകത്ത് കുറവാണ്. ബാക്കി ഈ പറയുന്ന ആഫ്രിക്കൻ, US അവിടെ എവിടെയൊക്കെ കണ്ടുവരുന്ന മുഖങ്ങളും അവരുടെ ഛായങ്ങളും അവരുടെ തലമുടിയൊക്കെ തന്നെ ഈ സിനിമ ഇടയ്ക്കിടയ്ക്ക് മോഹൻലാലൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കിന് അവരും ഇവരും തമ്മിൽ വലിയൊരു ഡിഫറൻസ് തന്നെ നമുക്ക് കാഴ്ചയിൽ തന്നെ ഈ ഒരു 3D സിനിമയ്ക്കകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 3Dയെ കൊണ്ട് നമുക്ക് വലുതായിട്ടങ്ങ് ബുദ്ധിമുട്ടിച്ചില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പറന്ന് ഇങ്ങനെയൊക്കെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ലിമിറ്റിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആവശ്യമായിട്ടിട്ട്. ചിലർ പാചകം ചെയ്യുമ്പോഴത്തേന് എല്ലാം കൃത്യമായിട്ട് ഇടുമ്പോഴത്തേന് അതിന് ടേസ്റ്റ് കൂടും, അല്ലെങ്കിൽ അതിന് ആവശ്യക്കാർ കൂടുമല്ലോ. അതുപോലെ ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസ് ഇട്ട ഒരു സാമ്പാറായത് നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഫാമിലി ആയിട്ട് പിള്ളേരായിട്ട് ആസ്വദിച്ച് പോയിരുന്നു കാണാം.